ഇവിടെ മനോഹരമായ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൽ രാത്രിയിലും ഇന്ന് പകലുമായിട്ട് തോരാത്ത മഴയാണ്. സകല സ്ഥലങ്ങളിലും വെള്ളങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങി. എന്തായാലും മഴ നമുക്ക് ആവശ്യമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് കിണറ്റിലും ഒക്കെ വെള്ളമുണ്ടാവും. എന്നാലും മഴക്കാലം വളരെ സൂക്ഷിക്കണം. അപകടങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റുന്നത്. മഴ നല്ലതാണെങ്കിലും വളരെ അപകടത്തിന് സാധ്യതയുണ്ട്. വയനാടൊക്കെ വീണ്ടും ഉരുൾപൊട്ടി നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ മലയുടെ അടിവാരങ്ങളിലും മലമുകളിലും ഇടയ്ക്കൊക്കെ താമസിക്കുന്നതിന് വളരെ ജാഗ്രതയോടെ ഇരിക്കുക. മാറി താമസിക്കുന്നതിലൊക്കെ മാറി താമസിക്കുക. ഒരു മുൻകരുതൽ നല്ലതാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതിന് ശേഷം പിന്നെ നമ്മളത് പറ്റിപ്പോയെന്ന് ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് പിന്നെ നമുക്കൊരു കരുതൽ നല്ലതാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടായാലും സർക്കാരായാലും ഒരു വ്യക്തിപരമായ തീരുമാനം എടുക്കണം. ആളപായം വന്നതിന് ശേഷം പിന്നെ നമുക്ക് ആശ്വാസവാക്ക് പറയുന്നതുകൊണ്ടൊരു കാര്യമാകും. ആളപായങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കാം. നമ്മൾ പിന്നെ മാറ്റി പാർപ്പിക്കാനുള്ളവരെ മാറ്റി പാർപ്പിക്കുക. ഈ കടലോരത്തെ, കായലോരത്തെ, പുഴയോരത്തെ, ആറിൻ്റെ, നദിയുടെ, കുളങ്ങളുടെ, തോടുകൾ, കനാല്, പാടങ്ങൾ, കിണറിൻ്റെയൊക്കെ സൈഡിൽ താമസിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ വളരെ സൂക്ഷിക്കണം. വെള്ളക്കെട്ടിലെ കുഞ്ഞുങ്ങൾ ചെന്ന് ആടാതിരിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ വളരെ അപകടങ്ങളാണ്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ മഴക്കാലം നമ്മൾ ശ്രദ്ധിച്ചാൽ അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റും. എപ്പോഴാണ് അപകടങ്ങൾ വരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റരുത്. പിന്നെ പല സ്ഥലങ്ങളും കാറ്റ് ശക്തമായിട്ട് ആഞ്ഞു വീശുന്നുണ്ട്. ഒരുപാട് മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നു. തെങ്ങുകളൊക്കെ കടപുഴകി വീഴുന്ന വലിയ ഒരനുഭവം. അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സുരക്ഷിതത്വമില്ല. സുരക്ഷിതത്വം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് നമ്മളെല്ലാ കാലങ്ങൾക്കും ഒരു അശ്രദ്ധയോടെ പോകുന്ന പോലെ പോകാതെ വളരെ ശ്രദ്ധയോടെ നമ്മൾ കാര്യങ്ങൾ നോക്കി ചെയ്താൽ നമുക്കതിനകത്ത് വലിയൊരു മാറ്റങ്ങളുണ്ടാകും. ഇതന്നെ ആയിരിക്കട്ടെ. മഴ നമുക്ക് വേണ്ടെന്ന് പറയാനും പറ്റത്തില്ലല്ലോ. മഴയുണ്ടെങ്കിൽ വേനൽക്കാലത്ത് എന്ത് ചെയ്യും? മഴ പെയ്തെങ്കിലേ ഭൂമി വെള്ളം ഉണ്ടാവും. ഭൂമി വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തന്നെ ഉയർന്ന കെട്ടിടത്തിന് മുകളിലൊക്കെ കയറി പണിയെടുക്കുന്നവർ, ഈ ടൂ വീലറൊക്കെ പ്രത്യേകിച്ച് സൈക്കിൾ യാത്രയൊക്കെ ചെയ്യുന്നവർ, റോഡുകളൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക. വെള്ളവേദ റോഡ് എന്നറിയത്തില്ല പലയിടത്തും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ റോഡുകളൊക്കെ വളരെ വിശാലമാണെന്ന് പറഞ്ഞാലും പല സ്ഥലത്തൂടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ റോഡിൻ്റെ സ്ഥിതി. മഴയെന്ന് പറഞ്ഞാൽ കേരളത്തിലുടനീളം എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. പല സ്ഥലത്തും വിളിച്ചപ്പോൾ മഴയുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ അതിനെ നോക്കി ശ്രദ്ധിക്കുക. ആർക്കൊരു അപകടം വരാതിരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുക.